രവീന്ദ്രൻ മാഷും അതേപോലെ ശ്രീജിത്ത് മണിക്കും തമ്മിലുള്ള ഒരു ഡിബേറ്റ് നടന്നുകൊണ്ട് ഇടയിലാണ് പെട്ടെന്ന് അറിയിപ്പ് വരുന്നത്. പരിപാടി 20 മിനിറ്റ് നിർത്തിവെച്ചു, ടെക്നിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞത്. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഒരു വ്യക്തി തോക്കുമായിട്ട് കയറിയും അദ്ദേഹത്തെ പോലീസ് തിരിച്ചറിയുകയും ചെയ്തു. ഇത് എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്ന സംഘടന നടത്തുന്ന ഒരു സമ്മേളനമാണ്, ഒരു വേൾഡ് എത്തിസ്റ്റ് മീറ്റ്. അതായത് ലോകത്തിൽ തന്നെ ഒരു പക്ഷേ നിരീശ്വരവാദ കൂട്ടായ്മ നടത്തുന്ന ഏറ്റവും വലിയൊരു സമ്മേളനമാണ് ഈ ലിറ്റ്മസ് എന്ന പരിപാടി. വർഷം തോറും നടത്താറുണ്ട്. കഴിഞ്ഞ തവണ കോഴിക്കോടായിരുന്നു, അതിൻ്റെ തവണ തിരുവനന്തപുരമായിരുന്നു. അങ്ങനെ എല്ലാ വർഷവും ജില്ലകളിലുടനീളം പരിപാടി നടത്തിയതിന് ശേഷം പിന്നെ വാർഷിക പരിപാടി എന്നുള്ള നിലക്കാൻ നടത്തുക. അപ്പം അതുപോലെ തന്നെ ആണ് ഇവിടെയും നടത്തുന്നത്. രാവിലെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ട് 3000-ഓളം ആൾക്കാർ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തായിരുന്നു. അതിലും കൂടുതൽ ആൾക്കാർ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ട്. ഇപ്പം ഇതിൽ 450 രൂപ കൊടുത്തിട്ടാണ് ആൾക്കാർ ഉള്ളിൽ കയറുന്നത്. അപ്പം നമ്മളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് നമ്പർ വളർത്തുക, അന്ധവിശ്വാസങ്ങൾക്കും മതങ്ങൾക്കുമെതിരെ പോരാടുക എന്നുള്ളതാണ്. ഏതായാലും പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന നേരം രവീന്ദ്രൻ മാഷും അതേപോലെ ശ്രീജിത്ത് മണിക്കും തമ്മിലുള്ള ഒരു ഡിബേറ്റ് നടന്നുകൊണ്ട് ഇടയിലാണ് പെട്ടെന്ന് അറിയിപ്പ് വരുന്നത്. പരിപാടി 20 മിനിറ്റ് നിർത്തിവെച്ചു, ടെക്നിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞത്. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഒരു വ്യക്തി തോക്കുമായിട്ട് കയറിയും അദ്ദേഹത്തെ പോലീസ് തിരിച്ചറിയുകയും ചെയ്തു. അയാളെ പൊക്കിയ പെട്ടെന്ന് അയാൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നറിയില്ല. ഇവിടെ തസ്ലീമ നസ്രീൻ 4 മണിക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മതവിമർശനം നടത്തുന്ന ആൾക്കാരാണ്, ഇസ്ലാമിക വിമർശനം നടത്താറുണ്ട്, മറ്റു മതങ്ങൾ വിമർശിക്കാറുണ്ട്, അന്ധവിശ്വാസങ്ങൾ വിമർശിക്കുന്നവരുണ്ട്. അപ്പം ആരെ ലക്ഷ്യം വെച്ചു, എന്താണ് പുള്ളിയുടെ ഉദ്ദേശം എന്നറിയില്ല. അത് പോലീസ് കൃത്യസമയത്തെ കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ചെക്കിങ് വേണ്ടതുകൊണ്ട് എല്ലാവരെയും അയാളെ കൊണ്ടുപോയി എല്ലാവരെയും പുറത്താക്കിയിട്ട് ഇവിടുന്ന് പരിശോധന നടത്തിയതിന് ശേഷമാണ് ഉള്ളിൽ കയറ്റുന്നത്. ഇപ്പം ഡോഗ് സ്ക്വാഡ് ഉള്ളിൽ പരിശോധിച്ച് കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കിയോ? ഇല്ല, അങ്ങനൊന്നും ഉണ്ടായില്ല. അപ്പൊ തന്നെ പോലീസ് ക്യാച്ച് ചെയ്തു. അതൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഈ റൈഫിളുമായിട്ട് എത്തിയത് തന്നെയാണോ ഇത്തരത്തിലുള്ള പരിശോധനയുടെ പ്രധാന സ്ത്രീ? അത് തന്നെയാണ് കൺഫേം ചെയ്തേക്കണേ. ഒരു റൈഫിളുണ്ട്. അത് അങ്ങനെ ഇൻഫോം കൊടുത്തപ്പോൾ പോലീസ് അപ്പം തന്നെ ഫ്ലോട്ടിൽ വന്നിട്ട് അപ്പം തന്നെ ആൾ പൊക്കി. അപ്പോൾ അയാളുടെ അഡ്രസ്സ് എന്താണെന്ന് നമുക്കറിയാം. അത് പോലീസുകാരോട് തന്നെ ചോദിക്കണം. അതാണ് ഇത്രയും നിങ്ങൾ പറയുന്നൊക്കെ എത്ര ക്രൗഡാണ് കണ്ട. ഇവരൊക്കെ 450 രൂപയൊക്കെ കാശ് കൊടുത്തിട്ട് ഈ പരിപാടി ചെയ്യുന്നത്. ഞങ്ങൾ മതങ്ങൾക്കെതിരാണ്, അന്ധവിശ്വാസങ്ങൾക്ക് എതിരാണ്. ഞങ്ങൾ മനുഷ്യരാവാനായിട്ട് ഞങ്ങൾക്ക് അനുവദിക്കണം. ഞങ്ങൾ സത്യസന്ധമായിട്ട് സയൻറ്റിഫിക് ടെമ്പറായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. വേൾഡിൽ തന്നെ ഏറ്റവും വലിയ നാസ്തികരുടെ സമ്മേളനം ഇത്. എല്ലാ വർഷവും ഞങ്ങൾ നടത്തുന്നതാണ് ഈ പരിപാടി. ഓരോരോ ഇതായിട്ട് ഈ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി ഉള്ളിൽ തന്നെ ഇങ്ങനെ എല്ലാ വർഷം നടത്തുന്നുണ്ട്. വർഷം അത് കോഴിക്കോടായിരുന്നു. വർഷം വർദ്ധിച്ചു വന്നതാണ്. ആളുകൾ വർഷം മനസ്സിലാക്കണത് ഈ ആധുനിക കാലത്ത് ആധുനിക മനുഷ്യനാവാൻ തന്നെയാണ് ഇവരൊക്കെ പ്രയത്നിക്കുന്ന ആളുകളാണ്. ഇല്ലാണ്ട് അടിമപ്പെട്ട് മതത്തിന്. ആദ്യം ബൗൺസേഴ്സ് ആണോ ഇത് കണ്ടുപിടിച്ചത്, അതോ പോലീസാണോ? അത് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ അവരെല്ലാം കൂടി പോലീസ് ഉള്ളിലില്ലായിരുന്നു. പെട്ടെന്നാണ് പോലീസ് വരുന്നത്. ബൗൺസേഴ്സ് ആയിരിക്കും കണ്ടുപിടിച്ചത്. നിലവിൽ ആരായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ രവീന്ദ്രൻ മാഷും ശ്രീജിത്ത് മണിക്കും തമ്മിലൊരു ഡിബേറ്റ് നടക്കുകയായിരുന്നു. അപ്പം ഡിബേറ്റ് നടന്ന ശ്രീജിത്ത് മണിക്ക് ഒരു 10 മിനിറ്റ് സംസാരിച്ചു. അത് കഴിഞ്ഞ് രവീന്ദ്രൻ മാഷ് സംസാരം തുടങ്ങിയ സമയത്താണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. അത് കഴിഞ്ഞ് എത്ര നേരം നിങ്ങൾ ഇവിടെ നിന്നു, പുറത്ത് നിന്നു? അല്ല, ആദ്യം ഉള്ളിൽ തന്നെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിൻ്റെ അടുത്തായി ഇപ്പം പുറത്താക്കിയിട്ട്. അപ്പം അങ്ങനെ ഉള്ളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും. അപ്പം ഇത്രയും പേരെ ഉള്ളിൽ കയറുന്ന സമയത്ത് ഒരുപാട് സമയം ഡിലേ വരും, പരിപാടിക്ക് അത് ബാധിക്കും എന്നുള്ളൊരു വിഷയമുണ്ട്. ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റ് ഉള്ളിൽ തന്നെയാണ്. ഇന്നപ്പോൾ മനസ്സിലാക്കിയപ്പോൾ തന്നെ 10 മിനിറ്റ് ഉള്ളിൽ തന്നെ അൺവെസ്റ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇത്ര പറഞ്ഞു തന്നത്. അതാണ് സംഭവം. അപ്പം പിന്നെ അങ്ങനെ അതുകൊണ്ട് സംഭവം ഇപ്പോൾ ഇതാണ്, സുരക്ഷ ഉണ്ട്, നോ പ്രോബ്ലം.